100% ഫലപ്രാപ്തി വിശ്വസിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വശീകരണ മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. മോഹിനി വശീകരണ മന്ത്രമാണ്. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പിണക്കങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ടും ലോകവശത്തിനായിട്ടും സർവ്വജനവശത്തിനായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന മോഹിനി വശീകരണ മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു മന്ത്രം ജപിക്കുന്ന വ്യക്തികൾക്ക് വളരെ വേഗം തന്നെ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എപ്രകാരമാണ് ആ ഒരു മന്ത്രത്തെ ജപിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കഠിനമായിട്ടുള്ള വ്രതചിട്ടകളൊന്നും ഈ ഒരു മന്ത്രത്തിന് പറയുന്നില്ല. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു വശീകരണ മന്ത്രം ജപിക്കാനായിട്ട് തിരഞ്ഞെടുക്കാം. 108 തവണ വീതമാണ് ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കേണ്ടത്. 21 ദിവസമാണ് ജപകാലയളവ്. അതല്ലാതെ 21 തവണ വീതം 41 ദിവസ കാലയളവായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വലത് കൈ നമ്മുടെ ശിരസിൽ പിടിച്ചുകൊണ്ട് ഈശ്വര ഋഷി എന്നും മേൽചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് അനുഷ്ടുപ് ഛന്ദഃ എന്നും ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് മായാമോഹിനി ദേവത എന്നും ഒരു തവണ പറഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാം. ഓം ഐം ഹ്രീം ക്ലീം ഓം നമോ ഭഗവതി മഹാമോഹിനി മഹാമായേ സർവലോകവശങ്കരി ദേവദത്തസ്യ വാക് ചക്ഷുചിത്വം മോഹയ മോഹയാനന രൂപാകൃതി ശീക്രം ദർശയ ദർശയ ശ്രീം ഹ്രീം ക്ലീം സ്വാഹ. അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ വൃത്തിയായി പഠിച്ച ശേഷമാണ് ജപിക്കേണ്ടത്. ഈ ഒരു മന്ത്രത്തിൻ്റെ ജപത്തോടുകൂടി നമ്മുടെ സ്നേഹിക്കുന്ന വ്യക്തി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹപൂർണമായിട്ടുള്ള ഒരു പെരുമാറ്റം നമ്മളോട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നല്ല ശക്തമായിട്ടുള്ളൊരു മന്ത്രമാണ് ഇത്. നന്നായി പഠിച്ചുറച്ച ശേഷം മോഹിനി രൂപത്തിലുള്ള ദേവിയെ, അതീവ സൗന്ദര്യമുള്ള മോഹിനി രൂപത്തിലെ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. വ്രതചിട്ടകളൊന്നും തന്നെ ഇല്ല. പ്രഭാത സമയത്താണ് ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കേണ്ടത്. മന്ത്രജപ ശേഷം നമ്മളുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം നമ്മൾ പറയുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ദേവി നമുക്ക് ആ ഒരു ആഗ്രഹം സാധിച്ച് നൽകുന്നതായിരിക്കും. പത്രത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ പരസ്പരം സ്നേഹിച്ചിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ അല്ലെങ്കിൽ പിണക്കങ്ങളൊക്കെ അനുഭവപ്പെടുന്നവർക്ക് ഈ ഒരു മന്ത്രം ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു മന്ത്രത്തെ പറ്റിയിട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി.